ഇടുക്കി പൂപ്പാറയിൽ യാതൊരുവിധ മുൻകരുതലുകളോ അറിയിപ്പോ ഇല്ലാതെ അധികൃതർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ നടപടി പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി. കുടിയൊഴിപ്പിക്കപ്പെട്ട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ അധികാരമേൽക്കുന്നതിനിടയിലുള്ള ഇടവേളയിൽ ഇത്തരം ധൃതി പിടിച്ച നടപടികൾ കൈക്കൊണ്ടത് ദുരൂഹമാണെന്നും അദ്ദേഹം ആരോപിച്ചു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ച ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടോ, ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുണ്ടോ എന്ന് ഞങ്ങൾക്ക് ന്യായമായ സംശയമുണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് പുതിയ ഗവൺമെന്റ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് 5, 8, 10 ദിവസത്തെ സാവകാശത്തിനുള്ളിൽ ഇത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ JCB കൊണ്ടുവന്ന് ബുൾഡോസർ രാജ് നടപ്പാക്കുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് തീർച്ചയായിട്ടും അപമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങളെ എങ്ങനെയും നശിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ബുൾഡോസർ രാജ് മാതൃകയിലാണ് പൂപ്പാറയിൽ റവന്യൂ അധികൃതർ പെരുമാറിയതെന്ന് സണ്ണി പൈമ്പിള്ളി കുറ്റപ്പെടുത്തി. പാവപ്പെട്ട വ്യാപാരികളുടെയും സാധാരണക്കാരുടെയും ഏക ഉപജീവന മാർഗമാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർത്തത്. ഇത് കേവലം നിയമപരമായ നടപടിയല്ല, മറിച്ച് വ്യാപാര സ്ഥാപനങ്ങളെ ബോധപൂർവം നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കൃത്യവിലോപമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കേണ്ട ഒരു ആത്മപരിശോധന നടത്തണം എല്ലാ പാർട്ടിക്കാരും എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കാരണവശാലും പൂപ്പാറയിൽ നടത്തിയിട്ടുള്ള കിരാതമായ കുടിയൊഴിപ്പിക്കൽ നടപടി ന്യായീകരിക്കാനാവില്ല. ഞങ്ങൾ പുതുതായി ഗവൺമെന്റ് അധികാരമേറ്റു കഴിയുമ്പോൾ, UDF ഗവൺമെന്റ് അധികാരമേറ്റു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആര് വന്നാലും റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ആര് വന്നാലും അവരെയെല്ലാം നേരിൽ കണ്ട് കൂടിയാലോചന നടത്തി ഇക്കാര്യത്തിൽ എന്ത് പരിഹാരമാർഗങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അവരുമായിട്ട് കൂട്ടായി ചർച്ച ചെയ്യും. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. നീതി നടപ്പാക്കേണ്ട സ്ഥാനത്തിരുന്ന് അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഇടുക്കി ജില്ലാ കളക്ടർ ആ പദവിയിൽ തുടരാൻ യോഗ്യനല്ലെന്ന് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു. ഇതിനു പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദം കേരളത്തിന് തന്നെ നാണക്കേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനരധിവാസം അടിയന്തരമായി നടപ്പിലാക്കണം. പുതുതായി അധികാരത്തിൽ വരുന്ന സർക്കാർ പൊതുസമൂഹത്തോടുള്ള തങ്ങളുടെ ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കായി പുതിയ വ്യാപാര സമുച്ചയം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകണം. കിടപ്പാടം നഷ്ടപ്പെട്ട സാധാരണക്കാർക്ക് സുരക്ഷിതമായ വീടുകൾ നിർമ്മിച്ചു നൽകി പുനരധിവസിപ്പിക്കണം. മുന്നറിയിപ്പില്ലാതെ നടത്തിയ ഈ നടപടി മൂലം വ്യാപാരികൾക്കുണ്ടായ ഭീമമായ സാമ്പത്തിക നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും നൽകണം. പുനരധിവാസ നടപടികൾ വൈകിയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയുടെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ പൊതുസമൂഹം ഒന്നിക്കണമെന്നും സണ്ണി പൈമ്പിള്ളി അഭ്യർത്ഥിച്ചു. കേരള 1 മലയാളം, ഇടുക്കി.